നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് ബൈനറി അഡിഷൻ ആയിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ബൈനറി സബ്സ്ട്രാക്ഷനാണ്. വളരെ എളുപ്പമാണ് കേട്ടോ. ബൈനറി സബ്സ്ട്രാക്ഷൻ സാധാരണ നമ്മൾ ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുക? 1007 -8 ഒന്ന് ചെയ്തേ. എങ്ങനെയാണ്? 7 പോവുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് പിറകെ പോവും. ഇത് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്, അഥവാ ബേസ് 10 നമ്പർ സിസ്റ്റം അല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 10⁻⁴ പൊസിഷൻ, ഇത് 10⁻⁴ പൊസിഷൻ, 10⁻⁴ പൊസിഷൻ, 10⁻⁴ പൊസിഷൻ അല്ലേ? അഥവാ 10ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് പൊസിഷൻസ് വരിക. ഓക്കെ, അപ്പോൾ അഥവാ 1 10 100 1000 ഇതിൻ്റെയൊക്കെ പൊസിഷൻ നമ്മൾ പറയാറില്ല അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 7 ഇങ്ങോട്ട് പോയിട്ട് ആളുണ്ടോ? എടുക്കാനില്ല. കടം എടുക്കാനില്ല, ബോറോ എടുക്കാനില്ല. ഇങ്ങോട്ട് പോകും. ഇല്ല അല്ലേ? എടുക്കാനില്ല. ഈ പൊസിഷനിലെത്തും അല്ലേ? 1 ഉണ്ട് എടുക്കാനില്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 1നെ കട്ട് ചെയ്ത് 0 ആക്കും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് 10 ആക്കി മാറ്റും അല്ലേ? അഥവാ റൈറ്റ് പൊസിഷനിലോട്ട് പോകുമ്പോൾ 10 ആണ് നമ്മൾ കൊടുക്കുക. ഒറ്റ വാല്യൂ 1 വാല്യൂ നമ്മൾ റൈറ്റ് പൊസിഷനിൽ എടുക്കുമ്പം അത് 10 ആയിട്ട് മാറും. ഓക്കെ. എന്നിട്ട് ഈ 10ൽ നിന്ന് നമ്മൾ 1 ഈ പൊസിഷനിലോട്ട് കൊണ്ടുവരിക. 1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ഇവിടെ 10 ആയിട്ട് മാറും. ഇവിടെ 10ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 10ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 9 ആയിട്ട് മാറും. ഇവിടെ 10ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 9 ആയിട്ട് മാറും. ഇവിടെ 10 ആവും. 10 + 17 17. 17ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 9. ഇവിടെ 9 ഇവിടെ തന്നെ എഴുതുക. 9. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അത് നിങ്ങൾക്കറിയാം അല്ലേ? അതുപോലെ തന്നെയാണ് ബൈനറി സബ്സ്ട്രാക്ഷൻ. അപ്പം ഇവിടെ 1ൻ്റെയും 0യുടെയും കളി മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര പോസിബിലിറ്റീസ് വരും? 0 - 0. ഡിഫറൻസ് എന്ത് വരും? 0ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 0. പിന്നെയോ 1 - 0. 1ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 1. 1ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 0. ഒരു പോസിബിലിറ്റിയും കൂടിയുണ്ട്. 0ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 0ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എന്താ വരിക? ഇവിടെയാണ് പ്രശ്നം വരുന്നത് അല്ലേ? 0ൽ നിന്ന് 1 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 ഡിഫറൻസ് ആക്കിയെടുക്കുകയും ബോറോ 1 ആക്കിയെടുക്കുകയും ചെയ്യും. ഇവിടെയാണ് കേട്ടോ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. 1 0 0 1 1 1 1 ഇതെങ്ങനെ മൈനസ് ചെയ്യും? ഇതെല്ലാം ബൈനറി നമ്പറാണ്. അപ്പോൾ 2ൻ്റെ പവറാണ് ഉണ്ടാവുക അല്ലേ? ഇത് 10 ആണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്, ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് 10 ആണ് അല്ലേ? അപ്പം ഇവർ റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വാല്യൂസ് 2കളാണ് എടുക്കുക. മനസ്സിലായോ? 2 ആണ് കൊടുക്കുക. ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ. 1ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 0. പരാതികളൊന്നുമില്ല. 0ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. തൊട്ട് പിറകിലോട്ട് പോകും. അവിടെ ആളില്ല എടുക്കാൻ. തൊട്ട് പിറകിലോട്ട് പോകും. യെസ്, 1 ഉണ്ട്. അപ്പോൾ ഇയാളെ പിടിച്ചിട്ട് 0 ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യും? ഈ റൈറ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവരുമ്പം ഇവിടെ നോക്കിക്കേ, റൈറ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവന്നപ്പോൾ എന്തായത്? 10 അല്ലേ കൊടുത്തത്? ഇവിടെ 10 പവറായിട്ടാണ് 10 കൊടുത്തത്. ഇവിടെ 2 പവർ ആയതുകൊണ്ട് 2 കൊടുത്തു. 2യുടെ ബൈനറി എന്താ? 1 0. അപ്പോൾ എന്ത് ചെയ്യും? ഇയാൾക്ക് 1 0 അങ്ങോട്ട് കൊടുക്കും അല്ലേ? പിന്നെ ഇതിന്ന് ഇങ്ങോട്ടൊരാളെ എടുക്കുമ്പോൾ 1 0 എന്ന് പറയുന്നത് 2 അല്ലേ? 2ൽ നിന്ന് 1നെ അങ്ങോട്ട് കൊടുക്കും. 2ൽ നിന്ന് 1നെ കൊടുത്താൽ ഇവിടെ എന്തായി? ഇയാൾ മാറിയിട്ട് 1 ആയിട്ട് മാറും. ഇവിടെ എന്താവും? 1 0 2 ആയിട്ട് മാറും. നേരത്തെയുള്ള സെയിം സംഭവം. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ കഴിഞ്ഞു. 1 0ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എന്താ ആൻസർ കിട്ടുക? അഥവാ 1 0 2 ആണ്. 1 എന്ന് പറയുന്നത് 1 ആണ്. 2 നിന്ന് 1 കുറച്ചാൽ എന്താ വരിക? 1 വരും അല്ലേ? പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 1 നിന്ന് 1 കുറച്ചാൽ എന്താണ്? 0 ആണ്. 1 0 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആണോ? ഇനി ഒരു നോർമൽ എക്സാമ്പിൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യൻ 1ൽ നിന്ന് 0 കുറച്ചാൽ 1, 0ൽ നിന്ന് 0 കുറച്ചാൽ 0, 1ൽ നിന്ന് 1 കുറച്ചാൽ 0. ആൻസർ എന്താണ്? 1 ആണ് ആൻസർ കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ.